ശ്രീ ജയ പത്മകുമാർ, കഴിഞ്ഞ തവണ ഇവിടെ നിന്ന് ശമ്പളം എടുത്തതിൻ്റെയും പെൻഷൻ എടുത്തതിൻ്റെയും ഉൾക്കെ എല്ലാ ഡേറ്റകളും റിസർവ് ബാങ്കിൻ്റെ കൈവശം ഉണ്ടല്ലോ. പിന്നെ എന്തിനാണ് ഇവിടെ നിന്ന് പിന്നീട് ഒരു സമ്മർദ്ദം വേണ്ടി വരുന്നത്? ഇപ്പോൾ കരയുന്ന കുഞ്ഞിനെ പാലുള്ളൂ എന്ന രീതിയിലാണോ ഈ ഫെഡറൽ സംവിധാനം അട്ടിമറിച്ചുകൊണ്ടുള്ള പ്രവർത്തനം നടക്കുന്നത്? ചന്ദ്രബാബു നായിഡു കൂടുതൽ സമ്മർദ്ദം ചെലുത്തിയപ്പോൾ ചാർട്ടേഡ് ഫ്ലൈറ്റിൽ അങ്ങോട്ട് കറൻസി നോട്ടുകൾ വന്നു. ഇവിടെ തോമസ് ഐസക് സമ്മർദ്ദം ചെലുത്തേണ്ടിയിരുന്നു എന്ന ആരോപണം. അങ്ങനെ ആരും വലിയ സമ്മർദ്ദത്തിൻ്റെ കാര്യമില്ലല്ലോ. നമുക്കറിയാം, കെ ജെ ജേക്കബ് പറഞ്ഞതുപോലെ തന്നെ കറൻസിയുടെ കുറവുണ്ട് എന്നുള്ള കാര്യം വസ്തുതയാണല്ലോ, അതാരും മറച്ചു വയ്ക്കുന്നില്ലല്ലോ. പക്ഷേ ആ വസ്തുത നിലനിൽക്കുമ്പോഴും ഈ റിസർവ് ബാങ്ക് ഇവിടെ ആവശ്യമായ പൈസ കൊടുക്കാൻ തയ്യാറായില്ലേ? ഇത് നേരത്തെ ഒരു ദിവസം മുന്നെയെങ്കിലും നടത്തിയിരുന്നുവെങ്കിൽ ഇത് ഡിസ്പേഴ്സ് ചെയ്യുന്നതിനുള്ള തടസ്സം ഉണ്ടാവില്ലല്ലോ. ഇനി മറ്റൊരു കാര്യം കൂടി ഞാൻ പറഞ്ഞു തരാം. ഈ മറ്റ് സംസ്ഥാനങ്ങളിൽ എല്ലാം ശമ്പളം അക്കൗണ്ടിലേക്ക് വന്നു. കേരളത്തിലെ പെൻഷൻ വാങ്ങുന്നതും സാലറി വാങ്ങുന്നതും ഈ ബാങ്ക് അക്കൗണ്ടിൽ കൂടിയുള്ള ആളുകളുടെ എല്ലാം ബാങ്ക് അക്കൗണ്ടിലേക്ക് വന്നു. ഇവിടെ 2016 മാർച്ച് മാസമാണല്ലോ ഈ ബാങ്കിലേക്ക് വരുന്ന അക്കൗണ്ടുകൾ പകുതി മാറ്റിയിട്ട് ട്രഷറിയിലേക്ക് മാറ്റിയത്. എന്താ അന്ന് UDFിൻ്റെ ധനകാര്യമന്ത്രി അന്ന് പറഞ്ഞ കെ എം മാണി പറഞ്ഞത് എന്താ? അന്ന് പറഞ്ഞത് ബാങ്കിൽ കിടക്കുന്ന പൈസ, ആളുകൾ ശമ്പളം കിട്ടുന്ന പൈസ, പെൻഷൻ കിട്ടുന്ന പൈസ മൊത്തമായി എടുത്തുകൊണ്ട് പോകുന്നില്ല. അപ്പോൾ ബാങ്കിൽ ഡെപ്പോസിറ്റ് ഉണ്ട്, ട്രഷറിയിൽ കാലിയാണ്. ഇതങ്ങോട്ട് തിരിച്ചു മാറ്റി കൊടുത്താൽ ട്രഷറിയിൽ നിന്ന് ആവശ്യമുള്ള പൈസ മാത്രമേ എടുക്കൂ, ബാക്കി അവിടെ കിടക്കും. ഗവൺമെന്റിന് ഒരു ഫണ്ടാണ്, സെക്യൂരിറ്റിയാണ്, എന്ത് ഒരു സഹായമാണ് എന്ന് പറഞ്ഞുകൊണ്ട് നേരത്തെ എടുത്ത തീരുമാനം റിവേഴ്സ് ചെയ്തതാണ്. ഇന്ന് കുറച്ചാൾക്കെങ്കിലും ട്രഷറിയിൽ നിന്ന് പെൻഷൻ കിട്ടുന്ന ആളുകൾക്കും ശമ്പളം വാങ്ങുന്ന ആളുകൾക്കും ബുദ്ധിമുട്ടുണ്ടായത്. അതിന് ഉത്തരവാദിത്വത്തിൽ നിന്ന് ഈ മുന്നണികൾക്കൊന്നും മാറാൻ പറ്റില്ല. എന്താ അതിനുശേഷം തോമസ് ഐസക്കിന് അത് തിരിച്ച് ചിന്തിക്കാത്തത് എന്താ? ബാങ്ക് അക്കൗണ്ടിൽ വന്നാൽ 24,000 രൂപ വരെ അവർക്ക് വിഡ്രോ ചെയ്യാനുള്ള അവസരമുണ്ടല്ലോ ഒരു വീക്കില്. അപ്പൊ ഇത് ബോധപൂർവം സൃഷ്ടിച്ചതാണ്, ഐസക്കിന്റെ സൃഷ്ടിയാണ്, നേരത്തെ UDFിന്റെ സൃഷ്ടിയാണ്. ഈ പ്രശ്നം, ഡിമോണിറ്റൈസേഷൻ പ്രശ്നം മോശമാണെന്ന് വരുത്തി തീർക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമമാണ് ഐസക് നടത്തിയിട്ടുള്ളത്. അതിനുള്ള ഷോയാണ്. അല്പമെങ്കിലും ആത്മാർത്ഥതയുണ്ടെങ്കിൽ സാമ്പത്തിക നില വഷളാക്കി അതിൽ ആനന്ദം കണ്ടെത്തിയ തോമസ് ഐസക്കിനെ മാറ്റേണ്ട ചുമതല പിണറായി വിജയൻ എന്നാണ് എനിക്ക് പ്രതാപൻ എന്താണ് പറയാനുള്ളത്? ഈ നേരത്തെ ബാങ്കിലേക്ക് പോയിരുന്ന ഗവൺമെൻറ്റിൻ്റെ പണം ട്രഷറിയിൽ വരണമെന്ന് ഞങ്ങൾ ഉൾപ്പെടെയുള്ള ആളുകൾ നിയമസഭയ്ക്കകത്ത് വായിച്ചതാണ്. UDF ഗവൺമെൻറ് കാലത്ത് അന്നത്തെ ധനകാര്യമന്ത്രിയായിരുന്ന കെ എം മാണി സാറ് എടുത്ത തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ന്യൂ ജനറേഷൻ ബാങ്കുകൾ അടക്കമുള്ള പല ബാങ്കുകളിലേക്കും നമ്മുടെ പണം പോവുകയും അവരുടെ ശമ്പളവും പെൻഷനും ഒക്കെ അതിലൂടെ മാറാമെന്നുള്ളൊരു ധാരണ വന്നപ്പോൾ അത് വേണ്ട, ഗവൺമെൻറ്റിന് സ്ഥാപനമായ ട്രഷറി എടുക്കട്ടെ എന്ന് ഞാനുൾപ്പെടെയുള്ള ആളുകളും ഭരണപക്ഷത്തു നിന്നും പിന്നെ പ്രതിപക്ഷത്തു നിന്ന് അന്നത്തെ തോമസ് ഐസക് ഉൾപ്പെടെയുള്ള ആളുകൾ നിയമസഭ വാദിച്ചതാണ്. കാരണം ട്രഷറി തന്നെയാണ് വേണ്ടത്. ഞങ്ങൾ അതിൽ ഇന്നും ഉറച്ചു നിൽക്കുകയാണ്. അതിനകത്ത് കേരളത്തിൻ്റെ പൊതു താല്പര്യം സംരക്ഷിക്കാൻ വേണ്ടി UDFും LDFും നയപരമായി ഈ കാര്യത്തിൽ എടുത്തു തന്നെയാണ് ശരിയായ തീരുമാനം. അത് പത്മകുമാറിനെ പോലെയുള്ള ആളുകൾ സ്വകാര്യ ബാങ്കുകൾക്ക് വേണ്ടിയിട്ടോ വേറെ ഏത് ബാങ്കുകൾക്ക് വേണ്ടി വാദിച്ചാൽ അതൊന്നും ഞങ്ങൾ അംഗീകരിക്കുന്ന കാര്യമല്ല. പരമാവധി കേരളത്തിന് ഉപയോഗിക്കാതെ ഞാൻ ഒന്ന് ഇടപെടുകയാണ്. ഇപ്പോൾ സഹകരണ മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ ടെലിഫോൺ ലൈനിൽ ചേരുകയാണ്. ശ്രീ കടകംപള്ളി സുരേന്ദ്രൻ, രമേശ് ചെന്നിത്തല ആരോപിക്കുന്നത് ഞങ്ങൾ ആദ്യം തന്നെ പിന്തുണയുമായി ചെന്നതാണ്, മുഖ്യമന്ത്രിയെ കണ്ടതാണ്, പക്ഷേ ഞങ്ങൾ എന്തൊക്കെ നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെച്ചോ അതിൽ ഒരു നിർദ്ദേശം മാത്രം നടപ്പിലാക്കുവാനേ സർക്കാർ തയ്യാറായുള്ളൂ. പ്രത്യേക നിയമസഭാ സമ്മേളനം വിളിച്ചു ചേർത്തു, അത് ശരിയാണ്. മറ്റൊരു കാര്യവും അംഗീകരിക്കുവാൻ സർക്കാർ തയ്യാറായില്ല എന്ന് രമേശ് ചെന്നിത്തലയ്ക്ക് ഇപ്പോൾ യഥാർത്ഥ സ്ഥലജല വിഭ്രാന്തിയും ഒരു പ്രധാന പ്രതിപക്ഷ പാർട്ടി എന്നുള്ള നിലയിൽ ഈ ഗൗരവതരമായിട്ടുള്ള രാഷ്ട്രീയ സാമൂഹ്യ പ്രശ്നത്തിൽ ഇടപെടാൻ കഴിയാതെ പോയതിലുള്ള ജാള്യതയും മറച്ചു വെക്കുന്നതിന് വേണ്ടിയിട്ടുള്ള അനാവശ്യ ആക്ഷേപങ്ങളും ആരോപണങ്ങളും ഉന്നയിച്ച് തടിതപ്പാൻ വേണ്ടിയിട്ടുള്ള ശ്രമം നടത്തുകയാണ്. ഈ പ്രതിപക്ഷ നേതാവ് എന്നുള്ള നിലയിൽ അദ്ദേഹം നടത്തുന്നതായിട്ടുള്ള ഈ പ്രസ്താവനകൾക്ക് പൊതുസമൂഹം കൊടുക്കേണ്ടതായിട്ടുള്ള അംഗീകാരം കൊടുക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം സംസ്ഥാന നിയമസഭയിൽ ഈ വിഷയത്തെ സംബന്ധിച്ച് നിരവധി പ്രാവശ്യം നടന്ന ചർച്ചകൾക്കിടയിൽ ശ്രീ രമേശ് ചെന്നിത്തല എന്ന പ്രതിപക്ഷ നേതാവ് ഏതെങ്കിലും നിർദ്ദേശം മുന്നോട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ അതെല്ലാം തന്നെ സഭ ചർച്ച ചെയ്യുകയും പൊതുവായിട്ട് തീരുമാനമെടുക്കുകയും ചെയ്തിട്ടുള്ളതാണ്. താങ്കൾ ഒരുപാട് നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെച്ചെന്നോ ആ നിർദ്ദേശങ്ങൾ ഒന്ന് മാത്രമാണ് പാലിച്ചതെന്നൊക്കെ പറയുന്നത് പച്ച കള്ളമാണ്. യഥാർത്ഥത്തിൽ രാജ്യത്താകെയുള്ള ഒരു സ്ഥിതി ഉണ്ടല്ലോ, കോൺഗ്രസിന്റെ ഒരു അവസ്ഥയുണ്ടല്ലോ. യഥാർത്ഥത്തിൽ 130 കോടി ജനങ്ങളെ ബാധിക്കുന്നതായിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നത്തിൽ ഒന്നും ചെയ്യാൻ കഴിയാതെ പകച്ചു നിൽക്കുന്ന, അന്തം വിട്ട് അന്താളിച്ച് നിൽക്കുന്നതായിട്ടുള്ള ഒരു രാഷ്ട്രീയ പാർട്ടിയല്ലേ നമ്മൾ കാണുന്നത്. കോൺഗ്രസിനെ അങ്ങനെയല്ലേ കാണുന്നത്. രാഹുൽ ഗാന്ധിയുടെ ഒപ്പമല്ലേ നിങ്ങൾ ഈ സമരത്തിന് കൂടെ വരുന്നത്?
ബഹുമാനപ്പെട്ട കടകംപള്ളി, രാഹുൽ ഗാന്ധി അല്ലേ ഈ സമരത്ത് നേതൃത്വം കൊടുക്കുമ്പോൾ രാഹുൽ ഗാന്ധിയുടെ ഒപ്പമല്ലേ നിങ്ങളുടെ എംപിമാർ ഉൾപ്പെടെയുള്ള ആളുകൾ വരുന്നത്? പാർലമെന്റിൽ രാഹുൽ ഗാന്ധി ആ സമരത്തിന് നേതൃത്വം കൊടുക്കാൻ വന്നോ അല്ലെങ്കിൽ രാഹുൽ ഗാന്ധി എന്തെങ്കിലും മോദിയെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടോ പറഞ്ഞിട്ടില്ല എന്നുള്ളതല്ല പ്രശ്നം. ഇന്ത്യ ആകെ പറന്ന് വ്യാപിച്ചു നിൽക്കുന്നതായിട്ടുള്ള രാഷ്ട്രീയ കക്ഷി എന്നുള്ള നിലയിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ സാധിച്ചു? ബഹുമാനപ്പെട്ട മന്ത്രി വളരെ വിനയത്തോടു കൂടി അങ്ങോട്ട് ചോദിക്കുകയാണ്. ഇന്ത്യയിൽ എത്ര സംസ്ഥാനത്താണ് നിങ്ങളുടെ പാർട്ടി ഉള്ളത്? നിങ്ങൾ ബംഗാളിലും ത്രിപുരയിലും അല്ലാതെ നിങ്ങൾ എവിടെയുണ്ട്? ത്രിപുര ബംഗാളി പോലും ഇല്ല ഞങ്ങളുടെ പാർട്ടി ബംഗാളി പോലും നിങ്ങളുടെ പാർട്ടിക്ക് ആളുണ്ട് ഇപ്പോ. ഇല്ല ഞങ്ങളുടെ പാർട്ടി ഇന്ത്യ രാജ്യത്ത് ഒരു ചെറിയ പാർട്ടി തന്നെയാണ്. അക്കാര്യത്തിൽ ഞങ്ങൾക്ക് യാതൊരു സംശയവുമില്ല. വലിയ പാർട്ടിയാണെന്ന് ഞങ്ങൾ അഹങ്കരിക്കുന്നില്ല, അവകാശപ്പെടുന്നില്ല. ഉള്ള സ്ഥലത്ത് ഇത്തരം കൊള്ളകാര്യങ്ങൾക്കെതിരായിട്ട് ശക്തമായിട്ട് പ്രതികരിക്കാൻ വേണ്ടി ഞങ്ങൾ തയ്യാറുണ്ട്. ഉള്ള സ്ഥലത്ത് നിങ്ങൾ ഈ രാജ്യമാകെ നിലനിൽക്കുന്ന ഒരു പാർട്ടിയാണല്ലോ കോൺഗ്രസ് പാർട്ടി. ഒരു കാര്യം മന്ത്രി സമ്മതിക്കണം, ദേശീയ തലത്തിൽ ഈ വിഷയത്തിൽ പ്രശ്നത്തിൽ ദേശീയ തലത്തിൽ ഒരു അഭിപ്രായ രൂപീകരണത്തിന് വേണ്ടിയിട്ടുള്ള നേതൃത്വം കൊടുക്കാൻ വേണ്ടി പോലും കഴിയാത്ത ഒരു പാർട്ടിയായിട്ട് കോൺഗ്രസ് പാർട്ടി അധപതിച്ചു പോയില്ലേ? ആ അധപതനത്തിന്റെ ആഴത്തിൽ നിന്ന് കരകയറാൻ മന്ത്രിസ്ഥാനത്തിരിക്കുന്ന അങ്ങേ പോലുള്ള ആളുകൾ പ്രേക്ഷകർ തെറ്റിദ്ധരിപ്പിക്കരുത്. അങ്ങ് ബഹുമാനായ ഒരു മന്ത്രിയാണ്. പ്രതാപനാണ് താങ്കളോട് ഈ വാദമുഖങ്ങൾ ഉന്നയിച്ചത്. ഒരു കാര്യം താങ്കൾ നേരത്തെ പറഞ്ഞുവല്ലോ, എല്ലാ കാര്യങ്ങളും പ്രതിപക്ഷം പറഞ്ഞ നിർദ്ദേശങ്ങളെല്ലാം അംഗീകരിച്ചുവെന്ന്. ശ്രീ രമേശ് ചെന്നിത്തല ഇന്ന് പറഞ്ഞത് UDF മുഖ്യമന്ത്രിയെ കണ്ടപ്പോൾ, അതായത് മുൻ മുഖ്യമന്ത്രി പറഞ്ഞ ഒരു നിർദ്ദേശമുണ്ടായിരുന്നു, സഹകരണ ബാങ്കുകളിൽ നിന്നും പണം പിൻവലിക്കുവാൻ ഗ്യാരണ്ടി നിൽക്കും എന്ന കാര്യം. ഉമ്മൻചാണ്ടി മുന്നോട്ട് വെച്ച ഈ നിർദ്ദേശമുണ്ടല്ലോ, ഈ നിർദ്ദേശം പോലും പാലിക്കാൻ സംസ്ഥാന സർക്കാർ തയ്യാറായില്ല എന്ന്. സഹകരണ ബാങ്കുകളിൽ നിന്നും നിക്ഷേപം പിൻവലിക്കാൻ ഗ്യാരണ്ടി നിൽക്കുമെന്നുള്ള കാര്യമോ? അങ്ങനെ ഒരു സഹകരണ ബാങ്കുകളിൽ നിന്നും നിക്ഷേപം പിൻവലിക്കാനായിട്ട് സാധിക്കുന്നില്ലല്ലോ. ഗ്യാരണ്ടി ബോർഡുണ്ട് ഇവിടെ, നിക്ഷേപങ്ങൾക്ക് ഗ്യാരണ്ടി കൊടുക്കുന്നുണ്ട് ജനങ്ങളുടെ നിക്ഷേപം. സഹകരണ ബാങ്കുകളിൽ നിക്ഷേപമുണ്ട്, അതുകൊണ്ട് സർക്കാർ ഗ്യാരണ്ടി നിൽക്കും. മറ്റു ബാങ്കുകളിൽ നിന്ന് പിൻവലിക്കാൻ എനിക്ക് പറ്റിയ തെറ്റാണ്. മറ്റു ബാങ്കുകളിൽ നിന്ന് പിൻവലിക്കാൻ സഹകരണ ബാങ്കുകളെ സംബന്ധിച്ചിടത്തോളം നിക്ഷേപങ്ങൾക്ക് ഗ്യാരണ്ടി കൊടുക്കുക. സ്റ്റേറ്റ് ഗവൺമെന്റ് പറഞ്ഞല്ലോ, നിയമസഭയിൽ പറഞ്ഞല്ലോ, പുറത്ത് പറഞ്ഞല്ലോ, നിക്ഷേപത്തിന് നയാ പൈസയ്ക്ക് പോലും ആരും ഉത്കണ്ഠപ്പെടേണ്ട കാര്യമില്ല. നിക്ഷേപങ്ങൾക്ക് ഗവൺമെന്റ് തന്നെയാണ് ഗ്യാരണ്ടി എന്ന് ആവർത്തിച്ച് പറഞ്ഞു കഴിഞ്ഞല്ലോ. അപ്പോൾ അതിൽ ആശങ്കയുടെ വകയില്ല. അപ്പോൾ പിന്നെ രമേശ് ചെന്നിത്തലയുടെ ലക്ഷ്യം എന്താണെന്നാണ് താങ്കൾ സംശയിക്കുന്നത്? യോജിച്ചുള്ള സമരത്തിന് ആദ്യം മുന്നോട്ട് വന്ന ഒരാൾ രമേശ് ചെന്നിത്തലയാണല്ലോ. ഇനി അത്തരം ഒരു നീക്കം ഉണ്ടാകില്ല എന്ന് തന്നെയാണോ? അല്ല, കോൺഗ്രസിനകത്ത് അതിൽ അഭിപ്രായ വ്യത്യാസമുണ്ടല്ലോ. KPCCയുടെ അധ്യക്ഷൻ യോജിച്ച സമരത്തിന് അന്ന് എതിരായിരുന്നല്ലോ. അദ്ദേഹം ഇപ്പോഴും എതിരാണല്ലോ. രമേശ് ചെന്നിത്തലക്കെതിരായിട്ടുള്ള നീക്കം ഇതിന്റെ പേരിൽ നടത്താനായിട്ട് അദ്ദേഹത്തിന് സാധിച്ചല്ലോ. അപ്പൊ രമേശ് ചെന്നിത്തല ഒറ്റപ്പെടുത്തുന്നു തോന്നിയപ്പോ രമേശ് ചെന്നിത്തല മറുകണ്ഠം ചാടുകയാണ്, അദ്ദേഹത്തിന്റെ പഴയ നിലപാട് മാറുകയാണ്. അത്രമാത്രമേ ഉണ്ടായിട്ടുള്ളൂ. ഇങ്ങനെ പറഞ്ഞാൽ മാത്രമേ തനിക്ക് കോൺഗ്രസിനകത്ത് പിന്തുണ കിട്ടുള്ളൂ എന്ന് അദ്ദേഹം കരുതുകയാണ്. യാഥാർത്ഥ്യം പറഞ്ഞപ്പോൾ താൻ ഒറ്റപ്പെട്ടു എന്ന് അദ്ദേഹത്തിന് ബോധ്യമായി. ഇതല്ലേ യാഥാർത്ഥ്യം എന്ന് പറയുന്നത്? ഇതിന് ഞങ്ങളുടെ മേല് ഇങ്ങനെ ചാടിയിട്ട് വല്ല കാര്യം വല്ലതും ഉണ്ടോ? ഒരു ഗവൺമെന്റ് എന്നുള്ള നിലയിൽ ഈ ഒരു പ്രശ്നത്തിൽ ഇതിനേക്കാൾ എങ്ങനെയാണ് ഇടപെടുക? രാജ്യമാകെ ശ്രദ്ധിച്ചതല്ലേ ഈ ഗവൺമെന്റ് ഇടപെടൽ എന്ന് പറയുന്നത്? ശ്രീ TN പ്രതാപൻ, മറുപടി. ഏത് നിർദ്ദേശമാണ് പാലിക്കാതെ പോയത്? പ്രതിപക്ഷം കൊണ്ടുവന്ന ഏത് നിർദ്ദേശം മുഖ്യമന്ത്രിയും ധനമന്ത്രിയും പാലിച്ചില്ല? മഞ്ജുഷ, ഇന്ന് ഏറ്റവും അവസാനം രമേശ് ചെന്നിത്തല പറഞ്ഞല്ലോ, ഈ റിസർവ് ബാങ്ക് ഗവർണറുമായി സംസാരിക്കാനും റിസർവ് ബാങ്കിൻ്റെ കയ്യിൽ നിന്ന് നമുക്ക് ശമ്പളവും പെൻഷനും കൊടുക്കാനുള്ള പണം വാങ്ങാൻ വേണ്ടിയുള്ള ഇടപെടൽ. ഒരു കാര്യം സംശയം വേണ്ട, കരയുന്ന കുഞ്ഞിനെ പാലുള്ളൂ എന്നുള്ളത് ഫെഡറൽ സംവിധാനമാണ് എന്ന് പറഞ്ഞ് തള്ളിക്കളയേണ്ട കാര്യമില്ല. നമ്മുടെ കുടുംബത്തിലായാലും സമൂഹത്തിലായാലും ഏത് സാമൂഹിക വ്യവസ്ഥയിലായാലും ശക്തമായി ഇടപെടുന്നവന് തന്നെയാണ് എപ്പോഴും മുൻവരിയിൽ നിൽക്കാൻ വേണ്ടി പറ്റുക. ചന്ദ്രബാബു നായിഡു പോലെ ഉള്ള ആളുകൾ കാണിച്ചതുപോലെ എന്തുകൊണ്ട് പ്രത്യേകിച്ചും ഇന്ത്യയിൽ പ്രതിപക്ഷത്തിരിക്കുന്ന പാർട്ടി എന്ന നിലയിൽ ധനകാര്യമന്ത്രിയായ തോമസ് ഐസക്കിന് റിസർവ് ബാങ്ക് ഗവർണറെ ബന്ധപ്പെട്ടുകൂടാ? ഏർപ്പെടുത്തിയതിൽ ഞങ്ങൾ എഴുതി കൊടുത്തു. ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല എഴുതി കൊടുക്കുകയുണ്ടായി. ആ എഴുതി കൊടുത്ത കാര്യങ്ങൾ പോലും ചെയ്യാൻ തയ്യാറാകാതിരുന്നത് കൊണ്ടാണ് പെൻഷൻ കൊടുക്കാനും ശമ്പളം കൊടുക്കാനും ഈ പ്രതിസന്ധി ഉണ്ടായിരുന്നത്. അല്ലെങ്കിൽ ഈ കറൻസിയുടെ ക്ഷാമം നമുക്ക് ഈ ദിവസങ്ങളിൽ ഉണ്ടാകുമായിരുന്നില്ല. അതായത് റിസർവ് ബാങ്ക് ഗവർണറെ നേരിട്ട് കാണുകയോ അല്ലെങ്കിൽ ഫോണിലൂടെ അദ്ദേഹത്തോട് സംസാരിക്കുകയോ ചെയ്യണമെന്ന് മുഖ്യമന്ത്രിയെ കണ്ട് പ്രതിപക്ഷ നേതാവ് ആവശ്യപ്പെട്ടതാണ്, അത് പാലിച്ചില്ല എന്ന്. ഞാനൊന്ന് പറഞ്ഞോട്ടെ, ഇന്ന് രാവിലെ മാതൃഭൂമി ന്യൂസ് ചാനലടക്കം എല്ലാ ന്യൂസ് ചാനലും രമേശ് ചെന്നിത്തല പറഞ്ഞൊരു കാര്യമുണ്ടല്ലോ,
അപ്പുറത്തെ സംസ്ഥാനങ്ങളെല്ലാം തന്നെ കർണാടകവും തമിഴ്നാടും ആന്ധ്രയും തെലങ്കാനയും ഇങ്ങനെയുള്ള സംസ്ഥാനങ്ങളെല്ലാം തന്നെ അവിടുത്തെ ജീവനക്കാർക്കെല്ലാം ശമ്പളം കൊടുത്തു ഗംഭീരമാക്കിയിരിക്കുകയാണ്. ഇവിടെ വേണ്ടത്ര ശമ്പളം കൊടുക്കാൻ സാധിക്കാതെ പോയത് ധനകാര്യമന്ത്രി പ്രതാപനൊന്ന് പറയുന്ന കേൾക്ക്. തമിഴ്നാട്ടിലെയും ആന്ധ്രയിലെയും അതുപോലെ കർണാടകത്തിലെയും സ്ഥിതി കേരളത്തെക്കാൾ പരമദയനീയമായ കാര്യം തന്നെ ചാനലുകൾ പുറത്തു കൊണ്ടുവന്നില്ലേ? രമേശ് ചെന്നിത്തലയുടെ വാദഗതി അപ്പോൾ തന്നെ പൊളിഞ്ഞു പോയില്ലേ? ബഹുമാനപ്പെട്ട മന്ത്രി ഒരു സെക്കൻഡ് ആന്ധ്രയിലെ മുഖ്യമന്ത്രി ചന്ദ്രബാബു നായിഡു അദ്ദേഹം റിസർവ് ബാങ്ക് ഗവർണറുമായി ബന്ധപ്പെട്ട് പ്രത്യേക വിമാനം ചാർട്ട് ചെയ്ത് പണം കൊണ്ടുപോകും, കറൻസി കൊണ്ടുപോകും. ഇത് തന്നെയാണ് ഇതിന് മുൻപ് രമേശ് ചെന്നിത്തല രേഖാമൂലം മുഖ്യമന്ത്രിക്ക് എഴുതി കൊടുത്തത്. പ്രത്യേക വിമാനം എടുത്ത് പോവുകയാണ് വേണ്ടെങ്കിൽ നമുക്ക് പ്രത്യേക വിമാനം എടുത്ത് പോകാം. പ്രതാപൻ ഇങ്ങനെ തെറ്റായിട്ടുള്ള കാര്യങ്ങൾ ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ മാത്രമല്ല ശ്രീ ടി എൻ പ്രതാപൻ കർണാടകത്തിൽ എങ്ങനെയാണ്, കോൺഗ്രസ് ഭരിക്കുന്ന മറ്റ് സംസ്ഥാനങ്ങളിലും എങ്ങനെയാണ് എന്ന് അദ്ദേഹം ചോദിച്ചിട്ടുണ്ട്. അത് വാസ്തവമാണല്ലോ. അവിടെയും എല്ലാവർക്കും പെൻഷനും ശമ്പളവും ഒന്നും കിട്ടിയിട്ടില്ല. ഈ 24,000ന്റെ പ്രതിസന്ധിക്ക് പുറമെയാണ് അത്രയും രൂപ പോലും പിൻവലിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥ അവിടെയുള്ളത്. ശ്രീ ടി എൻ പ്രതാപൻ, എന്തായാലും സമയപരിമിതിയുണ്ട്, അതിനാൽ നിർത്തുകയാണ്. നന്ദി ശ്രീ കടകംപള്ളി സുരേന്ദ്രൻ, ശ്രീ ടി എൻ പ്രതാപൻ, ശ്രീമതി മേരി ജോർജ്, ശ്രീ കെ ജെ ജേക്കബ്, ശ്രീ JR പത്മകുമാർ. ഇനി അകമ്പുറം.